നമ്മൾ അനുഭവിക്കാത്ത ജീവിതം നമുക്ക് കെട്ടുകഥകളാണ്. അത് ആടുജീവിതം നോവൽ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷെ അതിനെക്കാട്ടി കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ബ്ലസ്സി ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയിൽ കൂടി നമുക്ക് ആ കാര്യം കാണിച്ചു. ഒരു നോവലിൽ നിന്ന് ഒരു സിനിമ എടുക്കുമ്പോൾ അതിന് കുറെ പരിമിതികളുണ്ട്. കാരണം നോവൽ എഴുതുമ്പോൾ നമുക്കറിയാം അതിന് ടൈം ലിമിറ്റേഷൻ ഇല്ല, എത്ര വേണമെങ്കിലും നമുക്ക് അങ്ങനെ എഴുതി പോവാം. പക്ഷേ സിനിമയിലോട്ട് അത് വരുമ്പോൾ ഒരു 2.5-3 മണിക്കൂറിനുള്ളിൽ പ്രേക്ഷകന് ബോറടിപ്പിക്കാതെ ആ കാര്യം നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ നിന്നുകൊണ്ട് ബ്ലസ്സി ഒരു ക്വാളിറ്റി പിക്ചർ തന്നെയാണ് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ നോവൽ വായിച്ച ഒരാളാണ്. അപ്പൊ നോവൽ വായിച്ച ഒരാളും വായിക്കാത്ത ഒരാൾക്കും സിനിമ എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടാവുക ഞാൻ വായിച്ചിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു. അപ്പൊ അവർക്ക് സിനിമ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ നോവൽ വായിച്ച ആൾക്കാർക്കും വായിക്കാത്ത ആൾക്കാർക്കും സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക 2 രീതിയിലാണ്. പക്ഷെ അതിനർത്ഥം സിനിമ എന്താ മോശമാണെന്നല്ല. സിനിമ എല്ലാ അർത്ഥത്തിലും ഒരു നല്ല സിനിമ തന്നെയാണ്. അതിപ്പോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫി, പിന്നെ ഡയറക്ഷൻ, പിന്നെ ആക്ടിങ്, പിന്നെ മ്യൂസിക്, എല്ലാ ആസ്പെക്റ്റിലും ആടുജീവിതം ഒരു നല്ല സിനിമ തന്നെയാണ്. പിന്നെ ആംബിയൻസ്, നമ്മൾ നോവൽ വായിച്ചപ്പോൾ നമ്മളുടെ മനസ്സിൽ കിട്ടുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ, ആ ഒരു നടു മരുഭൂമിയിലുള്ള കുറെ ആട്ടിൻ പറ്റും, പിന്നെ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ടെന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെറ്റപ്പ്. അതേ സംഭവം ബ്ലസ്സിയും പിന്നെ സിനിമാറ്റോഗ്രാഫിയും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ നല്ലപോലെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിന് അവർക്ക് ഹാറ്റ്സ് ഓഫ്. കാരണം നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ നല്ലൊരു ഫീല് തരുന്നുണ്ട് ഈ ഒരു ക്രിയേഷൻ. നോവൽ എഴുതിയിരിക്കുന്ന പോലെ അതേപടിയല്ല സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് നോവൽ തുടങ്ങിയിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നോവൽ അവസാനിച്ചിരിക്കുന്ന പോലെയോ അല്ല സിനിമയുടെ തുടക്കം സിനിമയുടെ അവസാനവും. പക്ഷെ അത് ഒരിക്കലും സിനിമയെ യാതൊരു തരത്തിലും അത് ബാധിച്ചിട്ടില്ല. കാരണം നമുക്കത് കാണുമ്പോൾ അതിലൊരു അരോചകത്വം തോന്നില്ല. പിന്നീട് ഈ നോവലിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതും വലിയ രീതിയിൽ എഫക്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഒരു നല്ല ഒരു ആംബിയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ നല്ലൊരു ഫ്ലോയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ടീം, സിനിമാറ്റോഗ്രാഫർ, ആർട്ട് ടീം, പിന്നെ മ്യൂസിക്, ഇവര് 4 പേര് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അതില് സിനിമാറ്റോഗ്രാഫർ ആൻഡ് ആർട്ട് ടീം, നമ്മൾ നോവൽ വായിച്ചപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ കിട്ടിയ ആ ഒരു പിക്ചർ അതുപോലെ തന്നെ അവർ നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അവർക്ക് ഹാറ്റ്സ് ഓഫ്. കാരണം നമുക്ക് തോന്നില്ല ഇതൊരു വെച്ചുകെട്ടാണെന്നോ അല്ലെങ്കിൽ ഇതൊരു സെറ്റാണെന്നോ നമുക്ക് തോന്നാത്ത രീതിയിൽ അമ്മാതിരി പെർഫെക്ഷൻ. പിന്നെ സിനിമാറ്റോഗ്രാഫി, കുറെ നല്ല അടിപൊളി ഷോട്ടുകളുണ്ട്. നല്ല അടിപൊളി ഷോട്ടുകൾ വെച്ചിട്ടായിരുന്നാല് നമ്മളെ ആ ഒരു നടു മരുഭൂമിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് സുനിൽ ഗേസ് എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫറിന്റെ അസാധ്യ കഴിവ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് മേക്കപ്പ് ടീം. കാരണം എടുത്തു പറയേണ്ട പൃഥ്വിരാജിന്റെ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് അറിയാം, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ നജീബാക്കി മാറ്റുന്നത്. നമ്മുടെ മുന്നിൽ നമ്മൾ സിനിമ കാണുമ്പോൾ ഇത് പൃഥ്വിരാജ് അല്ല, നമ്മൾ കാണുന്ന നജീബിനെ മാത്രമാണ് എൻഡ് ടു എൻഡ്. അതിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യന്റെ ആ ഒരു ശരീരം, ആ ഒരു മേക്കപ്പ് ടീമുമായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു സപ്പോർട്ട്, പക്ഷെ അതേ സപ്പോർട്ട് മേക്കപ്പ് ടീമും പൃഥ്വിരാജിന് കൊടുത്തിരിക്കുന്ന ഒരു സപ്പോർട്ട്. ഈ മേക്കപ്പ് ടീമും പൃഥ്വിരാജ് നമ്മളുടെ കൊടുക്കൽ വാങ്ങലിന്റെ ഒരു നല്ലൊരു ബൈ പ്രോഡക്റ്റ് തന്നെയാണ് ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ. പിന്നെ എടുത്തു പറയേണ്ടത് AR റഹ്മാന്റെ മ്യൂസിക്. AR റഹ്മാന്റെ മ്യൂസിക് ആടുജീവിതത്തിൽ ഗംഭീരമായിരുന്നു എന്ന് പറയാം. കാരണം നമ്മൾ AR റഹ്മാന്റെ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇന്റർനാഷണൽ ലെവലിൽ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നെങ്കിൽ കൂടി, ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല എന്ന് വെച്ചിട്ട് AR റഹ്മാന്റെ മ്യൂസിക് മോശമാണെന്നല്ല. സിനിമയ്ക്ക് ആടുജീവിതം എന്ന് പറഞ്ഞ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റ് വൈബ് അതേ സ്കെയിലിൽ തുടക്കം മുതൽ ഒടുക്കം വരെ AR റഹ്മാന്റെ മ്യൂസിക്കിന് നമ്മളെ അങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമയിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു, ഏതൊക്കെ ടീം അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, ആ ടീമിന്റെ എല്ലാം മാക്സിമം ഔട്ട്പുട്ട് ഒരേ രീതിയിൽ അവർ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നല്ലൊരു സിനിമ ഒരു പ്രേക്ഷകന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് മേക്കപ്പ് ടീമും നമ്മുടെ പൃഥ്വിരാജ് നമ്മളൊരു കോർഡിനേഷൻ. കാരണം മേക്കപ്പ് ടീം നല്ല രീതിയിൽ പൃഥ്വിരാജിന്റെ ബോഡിയെ അണിയിച്ചൊരുക്കി നജീബാക്കി മാറ്റി. പക്ഷെ പൃഥ്വിരാജ് നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നജീബിന്റെ ഒരു നല്ലൊരു ഔട്ട് നമുക്ക് കിട്ടില്ല, നജീബിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല സ്ക്രീനിൽ. അതിന് പക്ഷെ നേരെ തിരിച്ചിട്ട് നമ്മുടെ പൃഥ്വിരാജ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. പക്ഷേ മേക്കപ്പ് ടീം ആയിരുന്നാലും പൃഥ്വിരാജിന്റെ ആ ഒരു ബോഡിയെ നജീബായിട്ട് നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയില്ല എന്നുണ്ടെങ്കിൽ നജീബിനെ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യില്ല. അതാണ് ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പിന്നിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരും വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ല കോർഡിനേഷനോടെ അവർ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയപ്പോഴാണ് ഈ ഒരു സിനിമ ഇത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് മുന്നിൽ എത്തിയത്. പിന്നെ എടുത്തു പറയാനുള്ളത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടനും അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനും. കാരണം AR റഹ്മാനെ പോലെ ഒരു വലിയ ലെജൻഡ് വർക്ക് ചെയ്യുന്ന ഒരു ഈ സിനിമയില് അദ്ദേഹത്തിനെക്കാട്ടിയും 10 മടങ്ങ് എന്നെ മാത്രമല്ല ഈ സിനിമ കണ്ടിട്ടുള്ള എല്ലാവരെയും ഞെട്ടിച്ചത് പൃഥ്വിരാജിന്റെ പെർഫോമൻസ് ആണ്. എനിക്ക് ഈ സിനിമയിൽ ഒരുപാട് നല്ല രീതിയിൽ എന്നെ വിഷമിപ്പിച്ച കുറെ സീൻസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെക്കൻഡ് ഹാഫിന് ശേഷം ഒരു പൃഥ്വിരാജിന്റെ ട്രാൻസിഷൻ, അതായത് നജീബിന്റെ ഒരു ട്രാൻസിഷൻ സീൻ ഉണ്ട്. സോ അതാണ് എനിക്ക് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. അത് കാണുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര സങ്കടം, കുറച്ച് ആൾക്കാർക്ക് ഗൂസ് ബംസ്, പിന്നെ കുറച്ച് ആൾക്കാർക്ക് അതിയായ സന്തോഷം ഉണ്ടാവും. ഈ സന്തോഷം ഉണ്ടാവാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
പൃഥ്വിരാജിനെ പോലെ ഒരു നടൻ നജീബ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു ഡെഡിക്കേഷൻ, അതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ കാണിച്ചിരുന്ന ഒരു സീനാണ് ആ ഒരു സീൻ. പിന്നെ ഈ ഒരു ആക്ടിങ് ലെവൽ ഓസ്കാർ ലെവലിലേക്കോ അല്ലെങ്കിൽ നാഷണൽ അവാർഡിലേക്ക് ലെവലിലേക്ക് കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ആണ്. കാരണം ഈ റീസെന്റ് ഇയേഴ്സിൽ ഇവര് കൊടുത്തിരിക്കുന്ന അവാർഡ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെന്താണ് ഒരു ആക്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് അൺപ്രഡിക്റ്റബിൾ ആണത്. പക്ഷെ ആക്ടിങ്ങിന്റെ കാര്യത്തിൽ പൃഥ്വിരാജിനെ കൊണ്ട് ചെയ്യാവുന്നതിൽ മാക്സിമം ചെയ്തിട്ടുണ്ട്. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പൃഥ്വിരാജ് ഈ സിനിമയിൽ വൺ ഓഫ് ദി ബെസ്റ്റ്, ആളുടെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ആടുജീവിതത്തിൽ കാഴ്ചവെച്ചത്. ഇനി ഡയറക്ടർ ബ്ലെസ്സി. മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റും അടിപൊളിയായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയ ഡയറക്ടർ ബ്ലെസ്സി എന്തായാലും മോശക്കാരനായിരിക്കില്ലല്ലോ. അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് കരിയർ മൂവി എന്ന് തന്നെ നമുക്ക് ആടുജീവിതത്തിനെ പറയാം. ഒരു ഭ്രമരം, കാഴ്ച എന്നീ സിനിമകൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹോണ്ടിങ് അല്ല നമുക്ക് ആടുജീവിതം കാണുമ്പോൾ കിട്ടുന്നത്. ആടുജീവിതം നോവലിലുള്ള ഒരു ഹോണ്ടിങ് ഫീലിംഗ് എങ്ങനെയാണോ അങ്ങനെ മാക്സിമം നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ വേണ്ടി ബ്ലെസ്സി ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഒരു നോവൽ ഒരു സിനിമയാക്കുമ്പോൾ നോവലുള്ള അതേ ഒരു ഹോണ്ടിങ് ഫീലിംഗ് ഒക്കെ ആയിരുന്നാലും സിനിമയിലേക്ക് എത്തിക്കാനായിരുന്ന കുറച്ച് ചലഞ്ചിങ് ആണ്. അത് ബ്ലെസ്സി വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമ മൊത്തത്തിൽ ഗംഭീരം തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോവൽ സിനിമയാക്കുമ്പോഴുള്ള കുറച്ച് ലിമിറ്റേഷൻസ്, ആ ഒരു ലിമിറ്റേഷൻസ് ഈ സിനിമയിലും കുറച്ചുണ്ടായിരുന്നു. അതായത് കുറച്ച് സീൻസിൽ ഇമോഷൻസ് വേണ്ടത്ര രീതിയിൽ കണക്ട് ചെയ്യാതെ പോയി. പക്ഷെ നോവൽ വായിച്ച് എനിക്ക് നല്ല രീതിയിൽ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റി. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി കാണാം. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്കപ്പോൾ മറ്റൊരു സിനിമയായിട്ട് കാണാം.